أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان للمشركين أن يأمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون. إنما يأمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, വളരെയധികം സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ മസ്ജിദുൽ അമീൻ ജുമുഅത്ത് പള്ളി പുതുക്കി പണിയതിന് ശേഷം നമ്മൾ നടത്തുന്ന ആദ്യത്തെ മഹല്ല് സംഗമമാണ് ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനും വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ അൽ മദ്രസ ഇസ്ലാമിയയുടെ വാർഷിക സമ്മേളനവും ഇതോടൊന്നിച്ച് നടക്കുകയാണ്. ഇത്തരുണത്തിൽ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ 2-3 വ്യക്തിത്വങ്ങളെ പ്രത്യേകം പരാമർശിക്കാതെ തരമില്ല. മർഹൂം VP അബ്ദുറസാഖ് മാസ്റ്റർ, അതുപോലെ ചെറിയമ്മൽ മുഹമ്മദ് സാഹിബ്, ഈ ഹംസ സാഹിബ്, ഈ 3 പേരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഈ പള്ളിക്ക് വേണ്ടി വളരെയധികം ഉത്സാഹിക്കുകയും ഒരുപാട് ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ നിരതനാവുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു റസാഖ് മാസ്റ്റർ. എൻ്റെ ഉത്തമ സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ ഈ ഹംസ സാഹിബ് ഇവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് ഒരിക്കൽ അതിനെ നയിക്കുക പോലും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ചെറിയമ്മൽ മുഹമ്മദ് സാഹിബ് ആകട്ടെ പള്ളിയുടെ അയൽവാസിയും റസാഖ് മാസ്റ്റർ നൽകിയ സ്ഥലത്തോടു കൂടി അദ്ദേഹത്തോട് കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലവും കൂടി പള്ളിക്ക് വേണ്ടി നമുക്ക് നൽകി ട്രസ്റ്റിന് രജിസ്റ്റർ ചെയ്തു തന്ന വ്യക്തികളായിരുന്നു അവർ 2 പേരും. അല്ലാഹു സുബ്ഹാനഹു തആല ഇവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ ഈ മഹത്തായ പ്രൗഢമായ മനോഹരമായ ഈ ചടങ്ങിൻ്റെ മഹല്ല് സംഗമത്തിൻ്റെ അധ്യക്ഷൻ, മഹല്ല് പ്രസിഡന്റ് മാൻറ്റ്യാക്ക, അതുപോലെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന CT സുഹൈബ് സാഹിബ്, മഹലിലെ ഖാദി റഹ്മത്ത് സാഹിബ്, PV ഇബ്രാഹിം സാഹിബ്, സ്വാഗതം
ആശംസിച്ച ഇബ്രാഹിം മാസ്റ്റർ, ജമാൽ PK, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷം തോന്നുന്ന ഒരു ചടങ്ങാണ് ഇത്. നേരത്തെ 5 മണി മുതൽ തുടങ്ങിയ മഹൽ സംഗമം, ഇതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികൾ, എല്ലാവരും അതാണ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് ഉള്ളത്. ഏതായിരുന്നാലും ഞാൻ ഈ മഹല്ല് കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. കീഴ്പറമ്പ് പഞ്ചായത്തിലെ തന്നെ നമ്മുടെ മഹല്ലുകളിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മദ്രസയായാലും പള്ളിയായാലും ഒക്കെ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു മഹല്ലാണ് ഈ കല്ലായി മഹല്ല്. അതിൻ്റെ നേതൃത്വത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ മദ്രസയും നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ റഹ്മാബി ടീച്ചർ വളരെ വിശദമായി തന്നെ പറഞ്ഞു. മഹല്ലിൻ്റെ എങ്ങനെയാണ് ഒരു മാതൃകാ മഹല്ല് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളർത്തിയെടുക്കേണ്ടത്, നമ്മുടെ മക്കളെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു. ഇതൊക്കെ നമ്മൾ കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ടതാണ്. അറിവ് ഒരുപാട് നമ്മൾ പല ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കാറുണ്ട്. ഈ അറിവുകളൊക്കെ തിരിച്ചറിവുകളായിട്ട് മാറ്റിയെടുക്കണമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൊക്കെ പ്രധാനമായും ആഗ്രഹിക്കുന്നത് എല്ലാറ്റിലും ഉപരിയായി മനസ്സമാധാനമാണ്. ആരോഗ്യത്തെക്കാളും വിദ്യാഭ്യാസത്തെക്കാളും ഒക്കെ പ്രാധാന്യമേറിയതാണ് മനസ്സമാധാനം. മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സമാധാനമില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടും നമുക്ക് കാര്യമുണ്ടാവില്ല. ഈ സമാധാനം എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ കൊടുക്കാൻ കഴിയും, സമൂഹത്തിൽ കൊടുക്കാൻ കഴിയും എന്നൊക്കെയാണ് മഹല്ലുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമാധാനം ഉണ്ടാകുമ്പോഴേ മറ്റുള്ളതൊക്കെ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ മദ്രസയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് അരീക്കോട് ക്ലസ്റ്ററിൽ ഏറ്റവും നല്ല മദ്രസയായി തിരഞ്ഞെടുക്കപ്പെട്ട മദ്രസയാണ്. കായിക രംഗത്ത്, കലാരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ നിലക്കും ഏറ്റവും നല്ല മദ്രസയായിട്ടാണ് നമ്മൾ വളർന്നത്. അതിൻ്റെ കാരണം കമ്മിറ്റിയുടെ കഴിവ് മാത്രമല്ല, ഇത് കൈകാര്യം ചെയ്യുന്ന നിസാമുദ്ദീൻ, 3 ടീച്ചർമാർ, ഇവർ ശമ്പളം മോഹിച്ചോ അല്ലെങ്കിൽ മറ്റെന്തേ ആഗ്രഹിച്ചല്ല, അവരുടേതായ എല്ലാ തൊഴിലുകളിൽ നിന്നും വിട്ടുനിന്ന് ഈ മക്കളുടെ ഉൽപ്പത്തിക്കും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അവരെ വളർത്തിയെടുത്തതും എല്ലാ മത്സര രംഗത്ത് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് വിവിധ പദ്ധതികളിൽ വിജയിച്ചു വന്നവരാണ് ഈ കുട്ടികൾ. ഒരു ഗ്രൗണ്ട് പോലുമില്ലാത്ത ഈ സ്ഥലത്ത് ഈ ക്ലസ്റ്ററിൽ ഏറ്റവും നല്ല ഫുട്ബോൾമാരായി തിരഞ്ഞെടുത്തതും അതിൻ്റെ കപ്പ് നേടിയതും ഈ മദ്രസയാണ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം അഭിമാനമുണ്ട്. നിസാമിൻ്റെയും സഹപ്രവർത്തകരുടെയും കഴിവ് കൊണ്ട് മാത്രമാണ് ഇരുന്നാണ്ട് ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ള ചില മുൻ പ്രാസംഗികരൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേയറ്റത്ത് അഭിമാനമുണ്ട്. ഈ മക്കൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പള്ളികളിൽ വരുന്ന പങ്കെടുക്കുന്നു, നിസ്കരിക്കുന്നു ഈ മഹല്ലിലാണ്. അതിൻ്റെ കാരണം ഈ മദ്രസയാണ്. പള്ളി എന്ന് കുട്ടികൾ കേൾക്കുന്നത് തന്നെ മദ്രസയിൽ നിന്നാണ്. പള്ളി എന്താണ് എന്ന് കുട്ടികൾ പഠിക്കുന്നത് മദ്രസയിൽ നിന്നാണ്. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാം കുട്ടികൾക്ക് വേണ്ട എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും മദ്രസയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നത് കുട്ടികളുടെ കലാപരിപാടിയാണ്. ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മബാദ്. വേദിയിലിരിക്കുന്ന
ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും നമ്മളുടെ ഈ ഒരുമിച്ചിരുത്തവുമെല്ലാം വരുംകാല ജീവിതത്തിൽ കൂടുതൽ വെളിച്ചമായി മാറാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി പൊതിഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിയിലും സദസ്സിലുമാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിൻ്റെയും അതിൻ്റെ വളർച്ചയുടെയും ചുറ്റിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കുന്നതിലുമൊക്കെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദുകളും മദ്രസകളും അതുപോലെ തന്നെ അതെല്ലാം ഉൾക്കൊള്ളുന്ന മഹല്ല് സംവിധാനങ്ങളും അതിൻ്റെയൊക്കെ പേരിൽ നടത്തപ്പെടുന്ന ഒരു സംഗമം തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരിക്കും. ആ ഒരു അനുഗ്രഹീത അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ഈ പരിപാടിക്ക് നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിന് നൽകിയ മഹത്തായ ഒരു ഇസ്ലാമികമായ ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു. ആ മഹത്തായ ഇസ്ലാമിക സംസ്കാരം അങ്ങ് മദീനയുടെ മണ്ണിൽ രൂപം കൊണ്ട് പിന്നീട് അറേബ്യയിലുടനീളം വ്യാപിച്ച് പിന്നീട് അത് ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞ ഒരുപാട് നൂറ്റാണ്ടുകളായി ദീനിൻ്റെതായ അതിൻ്റെ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും സുഗന്ധങ്ങൾ പരത്തിയ ഒരു വലിയ ചരിത്രം നമുക്ക് പിറകിലുണ്ട്. ലോകത്തിന് ഇസ്ലാം നൽകിയിട്ടുള്ള എന്തൊക്കെ സംഭാവനകളുണ്ടോ ആ സംഭാവനകളൊക്കെ പിൽക്കാലത്ത് പലതരത്തിലുള്ള അപജയങ്ങൾക്കും ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിലുമൊക്കെ പലതരത്തിലുള്ള തിരിച്ചടികൾ ഏൽക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആ സന്ദേശങ്ങളെ എല്ലാ സമൂഹങ്ങളിലും അതുപോലെ തന്നെ ഓരോ സംസ്കാരങ്ങളിലും നിലനിർത്തുവാൻ വേണ്ടിയിട്ട് മുസ്ലിം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹല്ല് സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഒരു മഹല്ലും ഒരു പള്ളിയും അതിന് ചുറ്റുമുള്ള കുടുംബങ്ങളും ആളുകളുമൊക്കെ ചേർന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഇസ്ലാമികമായ വ്യക്തിത്വത്തെയും സംസ്കാരത്തെയും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അവിടെ ഒരുപാട് വ്യക്തികളെ രൂപപ്പെടുത്തുന്നുണ്ട്. ആ വ്യക്തികളിലൂടെ നല്ല കുടുംബങ്ങളെ രൂപപ്പെടുത്തുന്നുണ്ട്. ആ കുടുംബങ്ങളിലൂടെ നല്ല ഒരു സമൂഹത്തെ കൂടി രൂപപ്പെടുത്തുകയാണ് ഓരോ മഹല്ല് സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു പള്ളിയും മദ്രസയും സംവിധാനങ്ങളുമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും നീതി പുലർത്താൻ കഴിയുന്നുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ട്, അതിൻ്റെതായ സംവിധാനങ്ങളെയും സംരംഭങ്ങളെയും വിജയിപ്പിക്കുന്നതിൽ ഞാൻ എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. ഈ സെഷന്റെ ആരംഭത്തിൽ ഇവിടെ ഖിറാഅത്ത് നടത്തിയപ്പോൾ ആ സഹോദരൻ ഓതിവെച്ച ആയത്തുണ്ടായിരുന്നു. ആ ആയത്തിൽ പരാമർശിക്കുന്നത് ആരാണ് പള്ളി പരിപാലിക്കേണ്ടവരാരാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ആ പള്ളി പരിപാലിക്കുന്നതിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ആ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഏതോ ശമ്പളം കൊടുത്ത് ഏൽപ്പിക്കുന്ന ചില ആളുകളുടെ ഒരു പണിയാണ് എന്നല്ല ഖുർആൻ പറയുന്നത്. വിശിഷ്ട വ്യക്തികളുടെ സമ്മതത്തോടെ ഞാൻ നേരിട്ട് റിപ്പോർട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
വാലപ്പുഴ അൽ അമീൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മസ്ജിദുൽ അമീൻ ജുമാഅത്ത് പള്ളിയുടെ മഹല്ല് സംഗമവും അൽ മദ്രസത്തുൽ ഇസ്ലാമിയയുടെ വാർഷിക സമ്മേളനവും 2026 ഏപ്രിൽ 13 തിങ്കളാഴ്ച പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ നടക്കുകയാണല്ലോ. പ്രസ്തുത സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന സംക്ഷിപ്ത പ്രവർത്തന റിപ്പോർട്ട്. ഏകദേശം 60-ൽ പരം കുടുംബങ്ങൾ ആശ്രയിച്ചു വരുന്ന ജുമാഅത്ത് പള്ളിയാണ് മസ്ജിദുൽ കൗൺസിൽ കേരളയിൽ അഫിലിയേറ്റ് ചെയ്ത വാലപ്പുഴ കല്ലായി മസ്ജിദുൽ അമീൻ. പള്ളിയുടെ മുകൾ നിലയിൽ 40-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രാഥമിക മദ്രസയും പ്രവർത്തിക്കുന്നു. പള്ളിയുടെ പരിപാലനത്തിനായി 13 അംഗ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യനായ അധ്യക്ഷൻ മാൻറ്റ്യാക്ക, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ CT ഷുഹൈബ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ മഹത്തുക്കളെ, എൻ്റെ സദസ്സിൽ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇരട്ട മധുരം എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു മഹല്ല് സംഗമത്തോടൊപ്പം ഒരു മദ്രസയിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടി കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അനുഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, 1-2 പ്രാവശ്യം തുടർച്ചയായി 3 വക്തുകൾക്ക് ഞാൻ ഇവിടെ എത്തേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. ആ 3 വക്തുകൾക്ക് എത്തിയപ്പോഴും ഞാൻ കണ്ട കാഴ്ച, ഒരുപാട് കുട്ടികൾ ഈ ഓരോ വക്തുകളിലും നമസ്കാരത്തിന് വന്നു എന്നത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയുണ്ടായി. അത് ഞാൻ ഈ പള്ളിയുടെ ഭാരവാഹികളോട് ചിലപ്പോൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ആ സന്തോഷം പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. ആദരണീയനായ അധ്യക്ഷൻ, മഹല്ല് പ്രസിഡന്റ് PK മുഹമ്മദ് സാഹിബ്, വേദിയിലുള്ള ഇതിൻ്റെ പ്രൗഢമായ ഉദ്ഘാടനം നിർവഹിച്ച CT ഷുഹൈബ് അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 2008-ലാണ് ഈ കല്ലായി മസ്ജിദുൽ അമീൻ അതിൻ്റെ 1ാമത്തെ മഹല്ല് സംഗമം നടക്കുന്നത്. ആ മഹല്ല് സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാന്യനായ CT സാദിഖ് മൗലവി അവർകളായിരുന്നു എന്ന് റിപ്പോർട്ടിൽ വായിച്ചു. 2ാമത്തെ മഹല്ല് സംഗമം നടക്കുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം 2026-ലാണ് നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മർഹൂം CT സാദിഖ് മൗലവിയുടെ മകനായ യുവ പണ്ഡിതനും പ്രൗഢപ്രഭാഷകനുമായ CT ഷുഹൈബ് അവർകളാണ് നിർവഹിച്ചിരിക്കുന്നത്. യാദൃച്ഛികമാണെങ്കിലും ഇത് ഒത്തുവന്നിരിക്കുന്നു എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹല്ല് സംഗമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു മഹല്ലിലെ ജനങ്ങൾ മൊത്തം ആണും പെണ്ണുമൊക്കെ ഇടയ്ക്ക് ഒരുമിച്ച് ചേരുകയും ഇതുപോലെ മഹല്ലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവുമായി ബന്ധപ്പെട്ടും ആ മഹല്ലിൻ്റെ ശാക്തീകരണത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നിർവഹിക്കേണ്ട ബാധ്യതകളെ സംബന്ധിച്ചൊക്കെയുള്ള ചില വിവരങ്ങൾ അല്ലെങ്കിൽ ചില ബോധ്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുക, അത്തരം ചില ചർച്ചകൾ നടക്കുക, അതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോന്നിട്ടുണ്ട്, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ചില ബോധങ്ങളും ഉണ്ടായിത്തീരും. അത് മഹല്ലിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉപകാരപ്പെടും. ആ മാത്രമല്ല, ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിന് ഇത്തരം മഹല്ല് സംഗമങ്ങൾ സഹായിക്കുന്നു. സർവോപരി ആ മഹല്ലിലെ മുഴുവൻ ജനങ്ങളുടെയും ഐക്യവും ഒരുമയും ബന്ധവും ഒക്കെ ഊട്ടിയുറപ്പിക്കാനും ഈ മഹല്ല് സംഗമം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഇത്ര ദീർഘമായിട്ടുള്ള ഒരു ഇടവേള ഇനിയുള്ള മഹല്ല് സംഗമങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അൽ മദ്രസത്തുൽ ഇസ്ലാമിയ വാലില്ലാപ്പുഴ കല്ലായി ഇതിൻ്റെ വാർഷിക ആഘോഷത്തിനും
മഹല്ല് സംഗമത്തിനും എല്ലാവിധ ആശംസകളും കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിന്റെ പേരിൽ നേരുകയാണ്. മടപ്പാടം പൂർത്തീകരിച്ചുകൊണ്ട് ഹാഫിൽ ബിരുദത്തിലേക്ക് നടക്കുന്ന അഷ്മുൽ കെ ഇൻസൈറ്റ് ഖുർആൻ അക്കാദമിയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന നാഷിദ് പി സൺ ഓഫ് അബൂബക്കർ ആൻഡ് നദീറ, പ്ലീസ്. അൽമദർ ഇസ്ലാമിയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തറാവീഹ് ഇമാമത്തും പൊതു ക്ലാസുകളും നിർവഹിച്ചുകൊണ്ട് ചെറുപ്രായത്തിലെ മാതൃകയായ ഈ വിദ്യാർത്ഥികൾക്ക് നൽകാം നമുക്ക് ഒരു മനോഹരമായ കൈയടി കൂടി. നാജിൽ മുഹമ്മദ് വി പി സൺ ഓഫ് നിസാമുദ്ദീൻ ആൻഡ് ബരീറ, പ്ലീസ്. ഇപ്പോൾ 10ാം ക്ലാസ് പഠനം പൂർത്തീകരിച്ച് ഖുർആൻ പഠനം കൂടെ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. ഹിക്മ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ പ്രതികൾ A+ വിന്നർ ഐഷ മെഹർ ഓഫ് ഡോട്ടർ ഓഫ് സബീർ വി. ഐഷ മെഹർ ഹിക്മ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിലെ A+ വിന്നർ ഐഷ മെഹർ. ഐറ റൂഷിൻ പി കെ. ഐറ റൂഷിൻ പി കെ. തുടർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തതിനു വേണ്ടി പി വി ഇബ്രാഹിം സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇസ്ര ജലീൽ എൻ. ഇസ്ര ജലീൽ എൻ. മിന്ന. നൗ ഐറ റൂഷിൻ പി കെ ഓഫ് ഡോട്ടർ ഓഫ് അബ്ദുൽ ഹമീദ് പി കെ. ഇസ്ര ജലീൽ എൻ, ഡോട്ടർ ഓഫ് അബ്ദുൽ ജലീൽ. സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു പി വി ഇബ്രാഹിം സാഹിബ്, ജമാഅത്ത് ഇസ്ലാമി അരീക്കോട് ഏരിയ പ്രസിഡന്റ്. മെന്ന മെഹവിൻ, ഡോട്ടർ ഓഫ് സുബൈർ പി. മെന്ന മെഹവിൻ, ഡോട്ടർ ഓഫ് സുബൈർ പി. തുടർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തതിനു വേണ്ടി പള്ളി കമ്മിറ്റി സെക്രട്ടറി മഹബൂബ് സാറിനെ അതിർപ്പുറം ക്ഷണിക്കുകയാണ്. B+ ഗ്രേഡ് വിന്നേഴ്സ് അഷ്ഫിൻ പി സൺ ഓഫ് സുബൈർ പി. B+ ഗ്രേഡ് വിന്നേഴ്സ് അഷ്ഫിൻ പി സൺ ഓഫ് സുബൈർ പി. ഐഷ യുംന, ഡോട്ടർ ഓഫ് സാജിദ് വി പി. സമ്മാനങ്ങൾ വിതരണം ചെയ്തതിനു വേണ്ടി ഞങ്ങളുടെ പ്രിയ പ്രസിഡന്റ് മാൻഡ്യാക്കെ അതിർപ്പുറം ക്ഷണിക്കുകയാണ് പി കെ മുസർ. ഐഷ യുംന, ഡോട്ടർ ഓഫ് സാജിദ് വി പി. ഷൻസ ഷറഫ് വി പി ഓഫ് ഡോട്ടർ ഓഫ് ഷറഫുദ്ദീൻ വി പി. ഷൻസ ഷറഫ്, ഡോട്ടർ ഓഫ് ഷറഫുദ്ദീൻ വി പി. തുടർന്ന് സമ്മാനങ്ങൾ വിതരണത്തിന് വേണ്ടി വി ഇബ്രാഹിം മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പള്ളി കമ്മിറ്റി പ്രതിനിധി. ഷൻസ ഷറഫ് വി പി, ഡോട്ടർ ഓഫ് ഷറഫുദ്ദീൻ വി പി. താങ്ക് യു. ഇയാൻ ഷാ എൻ, സൺ ഓഫ് ജലീൽ എൻ. സമ്മാനങ്ങൾ വിതരണം ചെയ്തതിനു വേണ്ടി KMEB പ്രതിനിധിയെ അതിർപ്പുറം ക്ഷണിക്കുകയാണ്. ഇയാൻ ഷാ, ഡോട്ടർ ഓഫ് ജലീൽ എൻ. തുടർന്ന് സമ്മാനം ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളുടെ ഖത്തീബ് റമദാൻ സാഹിബ് ക്ഷണിക്കുന്നു. മെഹഫിൽ അബൂബക്കർ സൺ ഓഫ് റിയാസ് പി കെ. മെഹഫിൽ അബൂബക്കർ സൺ ഓഫ് റിയാസ് പി കെ. മസ്ജിദുൽ അമീൻ കലായി വാളിലാപ്പുഴയുടെ മഹല്ല് സംഗമത്തിന്റെയും മദ്രസ വാർഷികളുടെയും ഉദ്ഘാടന സെഷൻ അവസാനിക്കുന്നു. നന്ദി ഭാഷണത്തിനു വേണ്ടി അബൂബക്കർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലിലാപ്പുഴ മസ്ജിദുൽ അമീനും മദ്രസത്തുൽ ഇസ്ലാമിയയും സംയുക്തമായി നോക്കിയ ഈ സംഗമത്തിൻ്റെ നന്ദി പ്രകാശനമാണ് എന്നിൽ അർപ്പിതമായ കടമ. ഈ പരിപാടിയുടെ 2ാമത്തെ സെക്ഷനിലെ അവസാനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിൽ ഖിറാഅത്ത് നടത്തിയ നാഷിദ് പീക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച വി ഇബ്രാഹിം മാസ്റ്റർക്കും, അതുപോലെ തന്നെ അധ്യക്ഷൻ വഹിച്ച നമ്മുടെ പ്രസിഡന്റ് PK മുഹമ്മദ് മാൻഡ്യാക്കയും, അതായത് ഉദ്ഘാടനം നിർവഹിച്ച CT സുഹൈബ് സാബിനും, റിപ്പോർട്ട് അവതരിച്ച മെഹബൂബ് സെക്രട്ടറി മസ്ഊൽ അമീനും, ആശംസകൾ അർപ്പിച്ച PV ഇബ്രാഹിം പ്രസിഡന്റ് ജമാഅത്തെ ഇസ്ലാമി അരീക്കോട് ഏരിയ, K റഹ്മത്തുള്ള ഖത്തീബ് മസ്ഊൽ അമീൻ,
ഷിഹാബ്, KME കോഴിക്കോട് സൗത്ത് മേഖലാ പ്രസിഡന്റ് എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.